ഈ ഷുഗർ രക്തത്തിൽ കെട്ടിക്കിടക്കും അല്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പായിട്ട് വേറെ മാറ്റി വെക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഷുഗർ രക്തത്തിൽ കെട്ടിക്കിടന്നാൽ ഉള്ള കുഴപ്പങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളും ചിലപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രക്തത്തിൽ ഷുഗർ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ കാലങ്ങളായിട്ടുള്ള ഷുഗർ രോഗികളുടെ ഒരു പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മുറിവായി കഴിഞ്ഞാൽ മാറില്ല, കാഴ്ച മുറിവ് ഉണങ്ങില്ല, അല്ലെങ്കിൽ നമുക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടും. അപ്പോൾ അത് കൊഴുപ്പായിട്ട് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കൊഴുപ്പായിട്ട് കെട്ടിക്കിടന്നാൽ ഒരു കാലത്തോളം വരെ കുഴപ്പമില്ല. നമുക്കൊരു 10-15 വർഷത്തോളം കുഴപ്പമില്ലാണ്ട് കിടക്കും. പക്ഷെ പിന്നെ അത് ബാധിക്കാൻ തുടങ്ങും. ഈ മോശമായ കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ, അതാണ് ഈ മധുരത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ കൊഴുപ്പാണ്. മധുരം നമ്മളെ നശിപ്പിക്കുന്ന പോലെ തന്നെ ഈ കൊഴുപ്പും നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. മുട്ടയുടെ മഞ്ഞ നല്ലത്. മുട്ടയുടെ മഞ്ഞ നല്ല കൊഴുപ്പാണ്. അതിൽ ഇപ്പോൾ ഉള്ള എല്ലാ സയൻറ്റിഫിക് സ്റ്റഡീസും എക്സ്പെരിമെൻസും ഒക്കെ തന്നെ അതിനെ വേർതിരിച്ചിട്ടുണ്ട്. കൊഴുപ്പുകൾ എത്രയോ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ കൊഴുപ്പിൽ തന്നെ നല്ല കൊഴുപ്പ് ഏതാണ്, മോശമായ കൊഴുപ്പ് ഏതാണ്, ഈ കൊഴുപ്പ് എനിക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിന് നല്ലതാണോ, അല്ലെങ്കിൽ ചർമ്മത്തിന് നല്ലതാണോ എന്നുള്ളത് പോലും അത്രയും വേർതിരിച്ചിട്ടുണ്ട് കൊഴുപ്പുകളെ തന്നെ. അപ്പോൾ കൊഴുപ്പ് മൊത്തത്തിൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല.